ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച എല്ലാ പുസ്തകങ്ങളുടെയും ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി, കഴിഞ്ഞ ദിവസം സന്താന ഗോപാലം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത്. അത് മുഴുവനായിരുന്നില്ലല്ലോ. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും കേൾപ്പിക്കുന്നത്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സന്താന ഗോപാലം തുടർച്ച. ബ്രാഹ്മണൻ പിന്നെയും കേശവനെ ധിക്കരിച്ച് സംസാരിച്ചു. മക്കൾ നഷ്ടപ്പെട്ട പിതാവിൻ്റെ വികാരമായിട്ടായിരിക്കും ബ്രാഹ്മണൻ്റെ വാക്കുകളെ കേശവൻ കണക്കിലെടുക്കുന്നതെന്ന് പൗരന്മാർ വിചാരിച്ചു. എന്നാൽ കേശവനെ ഭർത്സിച്ച് ഇത്തരം ദുർഭാഷണം നടത്തിയത് അർജുനന് ഇഷ്ടമായില്ല. ചുവന്നു തൊടുത്ത മിഴികളുമായി മുന്നോട്ട് വന്ന പാർത്ഥൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, മതിയാക്കൂ അങ്ങയുടെ ദുർഭാഷണം. എന്തു പറഞ്ഞാലും ബ്രാഹ്മണനെന്ന് കരുതി ക്ഷമിക്കുമെന്ന് വിശ്വസിച്ച് നിലവിട്ട് തുള്ളരുത്. ഈ രാജാങ്കണം ദ്വാരകാധിപതിയായ കേശവൻ്റേതാണ്. ആയുസ്സെത്തിയാൽ കുട്ടികൾ മരിക്കും എന്നല്ല, ആരാണ് ആയുസ്സിൻ്റെ അന്ത്യം കഴിഞ്ഞും ജീവിച്ചിരിക്കുക? അത്തരം മരണം വരുന്നതിന് രാജാവ് എന്തു വേണം? നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ പരിഹരിക്കാം. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം. ക്ഷമയോടും സമാധാനത്തോടും ഇനി എന്തെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. പാർത്ഥൻ്റെ വാക്കുകളും അന്തണനെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. കയർത്തുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, താങ്കൾ ആരാണ്? യാദവനല്ലെന്ന് തോന്നുന്നു. പ്രശസ്തരായ യാദവന്മാരെല്ലാം മൗനം ദീക്ഷിക്കുകയാണ്. ബലരാമൻ, പ്രദ്യുമ്നൻ, കൃതവർമാവ്, സാത്യകി തുടങ്ങിയവരുടെ നാവ് താണിരിക്കുന്നത് കണ്ടോ? അവർക്കെല്ലാം എൻ്റെ ദുഃഖം ആനന്ദം ജനിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നീ മാത്രം ചാടി പുറപ്പെട്ടാൽ എനിക്ക് വേണ്ടുന്ന സഹായം ചെയ്യുവാനാകുമോ? വീരാഗ്രഹണി കൊണ്ട് നിർവഹിക്കുവാനാവാത്ത കാര്യം കേവലം സാധാരണക്കാരനായ നിന്നെക്കൊണ്ട് എങ്ങനെ നിർവഹിക്കുവാൻ കഴിയും? ഭോഷത്വം എഴുന്നള്ളിച്ച് വിഡ്ഢിയാവാതിരിക്കുന്നതാണ് ഭേദം. അന്തണൻ്റെ വാക്കുകേട്ട് പാർത്ഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, താങ്കളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ ഇനി ജനിക്കുന്ന മകനെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞത്. അങ്ങയുടെ ഒരു സംശയം സത്യമായി. ഞാൻ യാദവനല്ല. പുരുവംശത്തിൽ ജനിച്ച ഞാൻ ഹസ്തിനാപുരം ഭരിക്കുന്ന ധർമ്മജൻ്റെ അനുജനാണ്. പാർത്ഥൻ എന്നാണ് എൻ്റെ നാമം. അർജുനൻ എന്നും വിളിക്കും. കൗരവയുദ്ധം ജയിച്ച എനിക്ക് താങ്കളുടെ മകനെ രക്ഷിക്കുവാൻ കഴിയുമെന്നാണ് വിശ്വാസം. 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം. അങ്ങ് സന്തോഷമായി പോയിക്കൊള്ളുക. ഇനി അങ്ങേക്ക് ഇത്തരമൊരു ദുഃഖം ഉണ്ടാകുന്നതല്ല. അർജുനനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ ബ്രാഹ്മണന് ആശ്വാസമായി. ആഹ്ലാദത്തോടെ ഭൂസുരൻ പറഞ്ഞു, അർജുന, നിന്റെ സാമർഥ്യത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. ആളറിയാതെയും ഹൃദയവേദന കൊണ്ടും ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. 9 മക്കൾ മരിച്ച ഒരു പിതാവിൻ്റെ ആദി എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീയും ഒരച്ഛനാണല്ലോ. ഞാൻ ഒരുപാട് ഭർത്സിച്ച് സംസാരിച്ചു. അറിവില്ലായ്മ എന്ന് കരുതി നീ ക്ഷമിക്കണം. എൻ്റെ മനസ്സിലെ ഭാരം മാറി.
ഞാനിതാ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഭൂസുരൻ യാത്രയായി. അല്പദൂരം നടന്നതിനു ശേഷം അയാൾ തിരിച്ചു വന്നു അർജുനനോട് പറഞ്ഞു, അപ്പോഴേ ഒരു സന്ദേഹം. യാദവ വീരന്മാരെല്ലാം ഉപേക്ഷിച്ച ഒരു കാര്യമാണ്. താങ്കളെ കൊണ്ടും ഇത് സാധിച്ചില്ലെങ്കിലോ? ആയുസ്സെത്തിയാൽ മരിക്കുമെന്ന് പറഞ്ഞ് താങ്കൾക്ക് ഒഴിഞ്ഞുകൂടെ? പെട്ടെന്ന് അർജുനൻ പറഞ്ഞു. ഒട്ടും സംശയിക്കേണ്ട, അർജുനൻ വാക്ക് മാറുകയില്ല. 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരുന്നതാണ്. ഞാൻ സത്യം ചെയ്യുന്നു. അക്കാര്യത്തിൽ അത് മതിയല്ലോ, പോരെ? ബ്രാഹ്മണൻ പറഞ്ഞു. മതി മതി, സന്തോഷമായി. അന്തണൻ മൃതദേഹവുമായി അല്പം നടന്നു. പെട്ടെന്ന് വീണ്ടും തിരിച്ചു വന്നു. ഒരു സംശയം കൂടി ചോദിച്ചു. സത്യം ചെയ്യുന്നുവെന്നല്ലേ താങ്കൾ പറഞ്ഞതുള്ളൂ? യഥാർത്ഥത്തിൽ സത്യം ചെയ്യേണ്ടതല്ലേ ന്യായം? അതാണ് ഉത്തമ പുരുഷൻ്റെ ലക്ഷണം. പെട്ടെന്ന് പാർത്ഥൻ പറഞ്ഞു. ഹേ ബ്രാഹ്മണ, നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി യാദവ പ്രമുഖരായ ഇവരെല്ലാവരും കേൾക്കെ ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. താങ്കളുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രിയ ധനുസ്സായ ഗാണ്ഡീവത്തോടും അസ്ത്രങ്ങളോടും കൂടി അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ്. ഇത് സത്യം, സത്യം, സത്യം. അങ്ങയുടെ പത്നിക്ക് ഗർഭം തികയുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ബാക്കി കാര്യം എൻ്റെ ചുമതലയാണ്. താങ്കൾ ഒന്നും അറിയുകയേ വേണ്ട. ബ്രാഹ്മണന് സന്തോഷമായി. അർജുനനെ പ്രശംസിച്ച് അയാൾ മൃതദേഹവുമായി ഭവനത്തിലേക്ക് പോയി. ഇതിനിടയിൽ മറ്റൊരു കാര്യം നടന്നിരുന്നു. ബ്രാഹ്മണനും അർജുനനും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ കേശവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു അന്തഃപുരത്തിലേക്ക് പോയി. ബ്രാഹ്മണൻ പോയതോടെ സഭയും പിരിഞ്ഞു. അർജുനൻ്റെ ശപഥത്തെക്കുറിച്ചോ ബ്രാഹ്മണൻ എങ്ങനെ പോയി എന്നതിനെക്കുറിച്ചോ കേശവനൊന്നും ചോദിച്ചില്ല. ആരോടും അന്വേഷിച്ചതുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായം തന്നെയായിരുന്നു അത്. അർജുനൻ്റെ ശപഥം അഹങ്കാരം മുറ്റിയതാണെന്ന് സഭാവാസികൾ പരസ്പരം മന്ത്രിച്ചു. ആർക്കും ആയുസ് പിടിച്ചു നിർത്തുവാനാവുകയില്ല. അപ്പോൾ പിന്നെ ബ്രാഹ്മണൻ്റെ അടുത്ത കുട്ടിയും മരിക്കുകയാണെങ്കിൽ കിരീടിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എന്തായാലും ശപഥം സ്വയം വരുത്തിയ വിനയാകും. അഹങ്കാരിക്ക് അതാണ് അന്തിമ ഫലവും. ഇങ്ങനെ ചിലർ മന്ത്രിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. വിപ്രപത്നി പിന്നെയും ഗർഭം ധരിച്ചു. 10ാമത്തെ ഗർഭം. 10 മാസം പൂർത്തിയായപ്പോൾ വിപ്രൻ നേരെ ഹസ്തിനാപുരിയിലെത്തി. അർജുനനെ കണ്ട് പറഞ്ഞു, പാർത്ഥ, എൻ്റെ പത്നി പ്രസവിക്കുവാൻ 1 വാരം മതി. വളരെ വേഗം എന്നോടൊത്തു വരണം. ഇനി താമസിച്ചാൽ നാം അവിടെ എത്തും മുമ്പ് പ്രസവം നടന്നെന്ന് വരും. അതുകൊണ്ട് വേഗം പുറപ്പെടുക. വിജയൻ പറഞ്ഞു. ദ്വാരകയിൽ ചെന്ന് കേശവനെയും കൂട്ടി ഞാൻ വരാം. ബ്രാഹ്മണൻ ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തിനാണ് കേശവനെ സഹായത്തിന് വിളിക്കുന്നത്? താങ്കൾക്ക് തനിയെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ലേ? മാധവൻ എന്നോട് വിരോധം കാട്ടുന്നവനാണ്. അതുകൊണ്ട് ദ്വാരകയിൽ പോകാതെ സത്യം പരിപാലിക്കുവാനാവുമെങ്കിൽ താങ്കൾ അത് നിർവഹിക്കുക. ഇല്ലെങ്കിൽ എന്നോടൊപ്പം വരുന്നില്ലെന്ന് പറയുക. വിജയൻ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ട് പറഞ്ഞു. ഞാൻ താങ്കളോടൊപ്പം വരാം. സത്യം ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. എനിക്ക് താമസമില്ല. ഇങ്ങനെ പറഞ്ഞ് ആയുധങ്ങൾ എടുത്ത് പാർത്ഥൻ വേഗത്തിൽ ബ്രാഹ്മണനുമൊത്ത് യാത്രയായി. വേഗം നടക്കണം. താമസിച്ചു പോയാൽ സർവവും കുഴപ്പത്തിലാകും. ബ്രാഹ്മണൻ വഴിനീളെ ഇങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരുന്നു. വിജയൻ വിപ്രൻ്റെ വാക്കുകൾക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ എത്രയും വേഗം ഭൂസുരൻ്റെ ഭവനത്തിലെത്തി. വിപ്രൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ലായിരുന്നു. ബ്രാഹ്മണന് യഥാർത്ഥത്തിൽ ശ്വാസം നേരെ വീണത് അപ്പോഴായിരുന്നു. വിജയൻ ഈറ്റില്ലത്തിന് ചുറ്റും ഒരു ശരകൂടം നിർമ്മിച്ചു. ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പാർത്ഥൻ ശരഗോപുരം നിർമ്മിച്ചത്.
ഒരു എറുമ്പിനു പോലും അകത്ത് പ്രവേശിക്കുവാനാകാത്ത വിധം അത്ര ശില്പവൈദഗ്ധ്യത്തോടും പാടവത്തോടും കൂടിയാണ് ആ ഗോപുരം കേശവ സഖാവ് പണിഞ്ഞത്. അതിൻ്റെ കവാടത്തിൽ ഗാണ്ഡീവ ചാപം കുലച്ചു പിടിച്ചുകൊണ്ട് പാർത്ഥൻ ഇമയടയ്ക്കാതെ നിലകൊണ്ടു. പ്രസവ സമയം അടുത്തിരിക്കുന്നു എന്ന് വയറ്റാട്ടികൾ അറിയിച്ചു. വിപ്രൻ്റെ ഭാര്യയെയും സൂതികളെയും വിജയൻ തന്നെ നിരീക്ഷിച്ച് ശരപഞ്ചരത്തിനകത്ത് പ്രവേശിപ്പിച്ചു. എന്നിട്ട് വിജയൻ കവാടത്തിൽ ധനുസ്സുമായി കാത്തുനിന്നു. അന്തണനാകട്ടെ അന്തം വിട്ട് പരിഭ്രാന്തിയോടെ വയറും തിരുമ്മി ശരകൂടത്തിനു ചുറ്റും നടക്കുവാനും തുടങ്ങി. ഇടയ്ക്കിടെ ബ്രാഹ്മണൻ ചോദിക്കും, വിജയ, വല്ല സംശയവുമുണ്ടോ? ആഗ്രഹം നശിച്ച എനിക്ക് വീണ്ടും അഭിലാഷം തന്നത് നീയാണ്. അർജുന, ഈ കുഞ്ഞും നഷ്ടമായാൽ ഞാൻ മരിക്കും, ഉറപ്പാണത്. അർജുനൻ അന്തണനെ ആശ്വസിപ്പിച്ചു. അങ്ങ് ഒട്ടും ഭയപ്പെടേണ്ട, ധൈര്യമായി വിശ്രമിക്കൂ. കുഞ്ഞിൻ്റെ ജീവൻ അപഹരിക്കുവാൻ ആരാണ് വരുന്നതെന്ന് ഞാൻ കാണട്ടെ. യമൻ വന്നാലും ഈ ശരകൂടത്തിൽ കയറുകയില്ല. ബ്രാഹ്മണന് ആശ്വാസമായി. അദ്ദേഹം സൂതികാഗൃഹത്തിൻ്റെ ഒരു ഭാഗത്തൊഴിഞ്ഞിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. അന്തണന് ഇരിപ്പുറയ്ക്കുന്നില്ലായിരുന്നു. ഭൂസുരൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ പാർത്ഥ. ഇനി എന്തെങ്കിലും ആപത്തുണ്ടായോ? അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യ പ്രസവിക്കണ്ടേ? അല്ലാതെ കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്ങനെയാണ് കേൾക്കുക? അങ്ങ് ക്ഷമിക്കുക. അക്ഷമനായിരിക്കുന്നവൻ ദുശ്ശങ്കയ്ക്കടിമപ്പെടും. പെട്ടെന്ന് സൂതികാലയത്തിൽ മുതിർന്നവരുടെ നിലവിളി കേട്ടു. ബ്രാഹ്മണൻ ജിജ്ഞാസയോടെ വാതിൽ തള്ളി തുറക്കുവാൻ തത്രപ്പെട്ടു. അപ്പോൾ ഒരു സൂതികാമണി നിലവിളിച്ചു കൊണ്ടുവന്ന് കവാടം തുറന്നു. വലിയ വായിലേക്ക് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, ഇത്തവണ പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും കാണുവാനില്ല. പ്രസവം നടന്നതാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഒരു തളർച്ച വന്നു. ഒരു നിമിഷം കണ്ണടഞ്ഞു കാണും. കണ്ണു തുറന്നപ്പോൾ കുഞ്ഞില്ല. അത്ഭുതമായിരിക്കുന്നു. സൂതികർമ്മിണിയുടെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ വെട്ടിയിട്ട വാഴ പോലെ നിലത്തു വീണ് ബോധം നശിച്ചു കിടന്നു. അർജുനൻ അന്തണന് ശീതോപചാരങ്ങൾ ചെയ്തു. ബോധം വന്ന ഭൂസുരൻ ചാടി എഴുന്നേറ്റു. കോപാന്ധനായി എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ അലറി. അർജുനനും നിർജീവനായി നിൽക്കുകയാണ്. രോഷാകുലനായ ബ്രാഹ്മണൻ തിക്തവും പരുഷവുമായി അർജുനനെ അധിക്ഷേപിച്ചു. ജളമതിയായ അർജുന, കഴിവില്ലാത്ത ഒരു കാര്യം ഏറ്റുപിടിക്കരുത്. മാധവനും പ്രദ്യുമ്നനും സാത്വികിക്കും സാധിക്കാത്ത ഒരു കാര്യം നീ കയറി ഏറ്റപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അഹങ്കാരിയായ ഒരുവൻ്റെ വാതാണ് നീ കെട്ടിയത്. ഓഹോ, കഷ്ടം തന്നെ. എങ്ങനെയെല്ലാമാണ് നീ സ്വയം പുകഴ്ത്തിയത്? പുരുവംശത്തിൽ പിറന്നവനാണ്, കാലാരിയോട് കലഹിച്ച് പാശുപതാസ്ത്രം വാങ്ങിയവനാണ്, കൗരവസേനയെ മുഴുവൻ സംഹരിച്ചവനാണ്, ഇന്ദ്രപുത്രനാണ്, വില്ലാളി വീരനാണ് എന്ന് തുടങ്ങി എന്തെല്ലാം വീമ്പുകളാണ് വിളമ്പിയത്. കഷ്ടം തന്നെ അർജുന. യുദ്ധത്തിൽ കേശവനില്ലായിരുന്നുവെങ്കിൽ ഒരു പടയാളിയുടെ തല പോലും അറുത്തിടുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. എന്നെ സഹായിച്ചില്ലെങ്കിലും മാധവൻ ശക്തനാണ്. നീ മേനി പറയരുത്. ചക്രായുധൻ്റെ വിക്രമം കൊണ്ട് തന്നെയാണ് ആക്രമികളിൽ നിന്നും രക്ഷപ്പെടുവാൻ നിനക്ക് കഴിഞ്ഞത്. നിന്റെ വാക്കിൻ തുമ്പിൽ ശൗര്യമുണ്ട്, കർമ്മത്തിൽ ഇല്ല. അഹങ്കാരം മുനവെച്ചിരിക്കുന്നു നിന്റെ ആയുധങ്ങളിൽ. അർജുന, നീ മരിക്കണം, പന്തയം നടപ്പാക്കണം. അഹങ്കാരം അടങ്ങുക തന്നെ വേണം. ഭൂസുരൻ്റെ വാക്കുകൾ കേട്ട് ജാള്യതയോടെ ഇന്ദ്രപുത്രൻ പറഞ്ഞു, വിപ്രശ്രേഷ്ഠ, അങ്ങ് സംശയിക്കേണ്ട. സത്യം പാലിക്കുന്നതിൽ പാർത്ഥൻ വ്യർത്ഥത കാണിക്കുകയില്ല. അതിനു മുൻപ് യമലോകത്ത് പോയി അങ്ങയുടെ ഉണ്ണി അവിടെയുണ്ടോ എന്ന്
എനിക്ക് അന്വേഷിച്ച് വരുവാനുള്ള സമയം തരണം. ഓഹോ, അങ്ങനെയാവാം. അത് കഴിഞ്ഞ് വന്ന് പന്തയം പാലിക്കണം. വിജയൻ നിസ്സംഗനായി. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.